എത്രയും ബഹുമാനനായിട്ടുള്ള ഗീവർഗീസ് തോമസ് അച്ഛൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സൃഷ്ടാവായിട്ടുള്ള ദൈവം ഒരു ദിവസം കൂടെ നമ്മുടെ ആയുസ്സിനോട് കൂട്ടി, ഒരു പകൽ കൂടി ആരോഗ്യത്തോട്, ബലത്തോട്, സമാധാനത്തോട്, സന്തോഷത്തോട്, വിശ്വാസത്തോട്, പ്രത്യാശയോട് ജീവിപ്പാൻ തക്കോണം ദൈവം ഭാഗ്യം നൽകി. വലിയ നോമ്പിൻ്റെ 17-ാം ദിവസം, വലിയ നോമ്പിലെ 3-ാമത് ചൊവ്വാഴ്ച സന്ധ്യയിലെ നമസ്കാരത്തിൻ്റെ ഭാഗമാകുവാൻ, ആത്മാവിലും സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ തക്കോണം സർവശക്തനായിട്ടുള്ള ദൈവം നമുക്ക് അവസരം പ്രദാനം ചെയ്തു. തീർച്ചയായിട്ടും അത് ജീവിതത്തിലെ ഏറ്റവും നല്ല ധന്യമായ അനുഭവമാണ്, ഭാഗ്യാവസ്ഥയാണ്. 2026 വലിയ നോമ്പിൻ്റെ അനുഭവങ്ങൾ കൂടി നാം കടന്നു പോവുകയാണ്. എന്താണ് നോമ്പ്? നോവും അൻപും കൂടെ ചേരുന്നതാണ് നോമ്പ്. നോവിലൂടെയുള്ള അൻപാണ്. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ചില സഹനങ്ങളിൽ കൂടി കടന്നുപോയി, ചില നോവുകളിൽ കൂടി കടന്നുപോയി സഹോദരങ്ങളോട്, പ്രകൃതിയോട് അൻപ് കാണിക്കുന്ന ദിനങ്ങളാണ് വലിയ നോയമ്പിൻ്റെ ദിനങ്ങൾ. സഭയായിട്ട് 50 ദിവസമാണ് വലിയ നോമ്പിൻ്റെ ആരാധനകളും പ്രാർത്ഥനകളും ഉപവാസവും ക്രമീകരിച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ 50 ദിവസം തിരഞ്ഞെടുത്തത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായി തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടി, കാൽവറിയിൽ താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളും ക്രൂശു മരണത്തിനും ആവശ്യമായിട്ടുള്ള ശക്തി ലഭിക്കുവാൻ, സാത്താനെ തോൽപ്പിച്ച് മരണത്തെ ജയിക്കുവാനായിട്ട് താൻ കാൽവറിയിൽ യാഗമായി ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുവാൻ 40 ദിവസം മരുഭൂമിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ ശക്തിയിൽ തികഞ്ഞവനാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ 40 ദിവസവും യേശുവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ട 10 ദിവസം കൂടെ ചേർന്നാണ് 50 ദിവസം ആരാധനയ്ക്കും നമസ്കാരത്തിനു വേണ്ടി നാം മാറ്റിവെച്ചിരിക്കുന്നത്. ഈ നോമ്പിൻ്റെ അനുഭവത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ എന്താണ് നോമ്പ്? നമുക്കതിന് വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം നൽകുവാനായിട്ട് സാധ്യമല്ല. എങ്കിലും നാം മനസ്സിലാക്കിയിരിക്കണം, ഇതൊരു ജീവിത ശൈലിയാണ്, ഇതൊരു ജീവിത രീതിയാണ്. വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ആത്മീയ യാത്രയാണ് നോയമ്പിൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നാം മടങ്ങിപ്പോകുമ്പോൾ, ആദിയിൽ ദൈവം സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നൽകി മനുഷ്യന് ഈ ലോകത്തിൽ വേണ്ട സകലതും ദാനം ചെയ്ത് സ്വർഗത്തിൻ്റെ ഈ ഭൂമിയിലെ പതിപ്പായ ഏദൻ തോട്ടത്തിലാക്കുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ സമ്പൽ സമൃദ്ധിയും, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം നൽകി ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, നിനക്കെല്ലാം അനുഭവിക്കാം, എന്നാൽ ഇതിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവാനായിട്ട് പാടില്ല. സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവം ഒരു അരുത് കൽപ്പിച്ചു, ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചു. ചില കാര്യങ്ങൾ വർജിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. ദൈവം ആഗ്രഹിച്ചത് ഈ മനുഷ്യനോട് ഒത്ത ഏദൻ തോട്ടത്തിൽ വസിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ മനുഷ്യൻ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുകയും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടമാക്കി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവ സാദൃശ്യത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം കണ്ട മാർഗമാണ് കാൽവറി ക്രൂസിലെ തൻ്റെ പുത്രൻ്റെ
പ്രിയ യാഗം. കാൽവറിയിൽ യേശു തൻ്റെ ജീവനെ നമുക്ക് ദാനം ചെയ്ത് നമ്മെ വീണ്ടെടുത്തു. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ കാലഘട്ടം നമുക്കൊരു മടങ്ങിവരവേണ്ട കാലഘട്ടമായി മാറണം. എവിടുന്ന് തുടങ്ങണം? നാം ഇന്ന് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുക. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ആ തേജസ് വീണ്ടെടുക്കുവാൻ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് വരുവാൻ, ദൈവിക തേജസ് വീണ്ടെടുക്കുന്ന കാലഘട്ടമാണ് വലിയ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ നോമ്പിൽ 50 ദിവസങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ 50 ദിവസത്തെ ആരാധനയും പ്രാർത്ഥനകളും വചനധ്യാനവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ വിഷയത്തെ ആസ്പദമാക്കിയാണ് ആരാധനകൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദിവസം നോമ്പ് തുടങ്ങിയ ദിവസം നമുക്കറിയാം, രൂപാന്തരത്തിൽ തുടങ്ങി ഇന്ന് 17-ാം ദിവസത്തിൽ നാം വന്നു നിൽക്കുമ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇന്നത്തെ നമസ്കാര ക്രമത്തിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അഗണ്യമായ ഭക്തി. വിഷയത്തിന് 2 വാക്കുകളാണുള്ളത്. അഗണ്യമായ എന്ന് പറഞ്ഞാൽ ഗണിക്കാൻ പറ്റാത്തത്, കണക്കാക്കാൻ പറ്റാത്തത്, അളക്കാൻ പറ്റാത്തത്. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മെഷറബിൾ, അളക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭക്തി എന്ന വിഷയമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ നാം വിചാരിക്കും ചില ഭാഗ്യ പ്രകടനങ്ങളാണ് ഭക്തിയായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ഭക്തിക്ക് നിർവചനം നൽകിയിട്ടുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിർമ്മലമായിട്ടുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ഈ ലോകത്തിലെ കളങ്കം പറ്റാതെ തന്നെത്താൻ നിലനിർത്തുന്നതുമാണ് യഥാർത്ഥ ഭക്തി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഗണ്യമായ ഭക്തി. അതുമായിട്ട് ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു. 3 വേദഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ വേദഭാഗം ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം 29-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മളവിടെ വായിച്ചു കഴിഞ്ഞു. 2-ാം പാഠമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. 3-ാമതായിട്ട് അച്ഛൻ ഏവൻഗേലിയനായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ട് അച്ഛൻ നിർത്തി വായിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിക്കുക. വളരെ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. യേശു ബഥാനിയയിലെ ഭവനത്തിൽ വരികയാണ്. ബഥാനിയൽ ഭവനത്തിൽ വരുമ്പോൾ ബഥാനിയയിലെ ഭവനം അവൻ അത്താഴമൊരുക്കി. യേശു വരുന്നതായിട്ടുള്ള സമയത്ത് മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാസർ യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുന്നു. മറിയ തനിക്ക് ഏറ്റവും വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം യേശുക്രിസ്തുവിൻ്റെ കാലിൽ പുരട്ടി തലമുടി കൊണ്ട് തുകർത്തി യേശുവിൻ്റെ പാദപീഠത്തിങ്കിലിരുന്ന് വചനം ശ്രവിക്കുന്നു. ഇത് ആ സുഗന്ധം, ആ പരിമളത്തിൻ്റെ സുഗന്ധം കൊണ്ട് ഭവനമെല്ലാം നിറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിട്ടുള്ള ഇസ്കരിയാത്ത യൂദ പറയുന്നു, ഈ വെറും ചെലവ് എന്തിന്? ഈ പരിമള തൈലം വിറ്റ് 300 വെള്ളിക്കാശുണ്ടെങ്കിൽ ദരിദ്രരെ സഹായിക്കാൻ സാധ്യമല്ലേ എന്ന് പറയുന്നു. അപ്പം യോഹന്നാൻ അവിടെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവൻ ഇത് പറഞ്ഞത്? അവൻ പറഞ്ഞത് ദരിദ്രരോടുള്ള കരുതൽ കൊണ്ടൊന്നുമല്ല, വിചാരം കൊണ്ടൊന്നുമല്ല. അവൻ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യേശുവിൻ്റെ ശിഷ്യനാണ്. യേശു തിരഞ്ഞെടുത്ത ശിഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു, ഇവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായതുകൊണ്ടും അതിൽ നിന്ന് അവൻ എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടുമാണ് അവൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു അവരോട് പറയുന്നു, അവളെ അസഹ്യപ്പെടുത്തരുത്. അവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെലവിട്ടു. ദരിദ്രൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയില്ല എന്ന് പറയുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവറി ക്രൂസിലെ പരമയാഗത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ സന്ധ്യയുടെ ആരാധനയുടെ നമസ്കാരത്തിൻ്റെ ഭാഗമാകുവാൻ, നിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരയുടെ തന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം വായിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനും അതിൽ കൂടി അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവേ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന അനേകർ,
അപകടത്തിൻ്റെയും ആപത്തിൻ്റെയും യുദ്ധത്തിൻ്റെ കെടുതികളുടെ ഫലമായി പ്രിയപ്പെട്ടവർ, വേർപെട്ട വേദനയിലായിരിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവരെയും നിന്റെ സന്നിധി സമർപ്പിക്കുന്ന കർത്താവേ, അവർക്ക് ആശ്വാസം നൽകണമേ, സൗഖ്യം നൽകണമേ. ലോകത്ത് സമാധാനം നിലനിൽക്കുവാൻ തക്കോണം ലോക രാഷ്ട്ര നേതാക്കൾ കർത്താവെ ഈ ഐക്യത്തോട് പ്രവർത്തിക്കുവാൻ തക്കോണം, സഹവർത്തിത്തോട് പ്രവർത്തിക്കുവാൻ, സാഹോദര്യത്തോട് പ്രവർത്തിക്കുവാൻ തക്കോണം അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ബലകരമായി ലോകത്തെ യുദ്ധം കർത്താവെ നിർത്തുവാൻ തക്കോണം, സമാധാനം നിലനിൽക്കുവാൻ തക്കോണം ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഒരു പ്രാവശ്യത്തോടെ നിന്റെ സന്നിധി സമർപ്പിക്കുന്ന കർത്താവെ, ഇന്നത്തെ വചനധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണം. കൂടെ ഇരിക്കണം, ബലപ്പെടുത്തണം, മാനവമഹത്വം എടുക്കണം. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ബഥാനിയയിൽ ഭവനത്തിൽ വെച്ച് സംഭവിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയാൻ കാരണം 4 സുവിശേഷകരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ വളരെയധികം യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവം നടന്ന ഒരു ഭവനമാണ് ബഥാനിയയിലെ ഭവനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബഥാനിയയിലെ ഭവനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. യേശുവിന് മഹത്വം കൊടുത്തൊരു ഭവനമാണ്, യേശുവിനെ വളരെയധികം സ്നേഹിച്ച ഭവനമാണ്, യേശുവിനെ എപ്പോഴും സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിരുന്ന ഒരു ഭവനമായിരുന്നു. തങ്ങളുടെ അഗണ്യമായ ഭക്തി പ്രവർത്തനത്തിലൂടെ കാണിച്ച ഭവനമായിരുന്നു ഈ ബഥാനിയയിലെ ഭവനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബഥാനിയയിലെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ 3 പേരെ നമുക്കവിടെ കാണാൻ സാധിക്കും. 3 പേരുടെ ശുശ്രൂഷയാണ് ആ ഭവനത്തെ ഏറ്റവും ധന്യമാക്കി തീർത്തത്. യേശുവിന് എപ്പോഴും കടന്നു ചെല്ലാൻ സന്തോഷമുള്ള ഭവനമാക്കി തീർത്തത് ആ ഭവനത്തിലെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും മനോഭാവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 പേരാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ആരാണ് ആദ്യം പറയുന്നത്? മാർത്തയുടെ പേരാ പറയുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ നമസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാർത്തയുടെ പേര് പറയുന്നില്ല. ബാക്കി ആരുടെ പറയുന്നുണ്ട്? ലാസറിൻ്റെയും മറിയുടെയും പേര് മാത്രമേ പറയുന്നുള്ളൂ, മാർത്തയുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ മാർത്ത ചെയ്ത ശുശ്രൂഷ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷ മാർത്ത നിർവഹിക്കുന്നു. എന്താ? ഗുരുവായിട്ടുള്ള യേശുക്രിസ്തു ഭവനത്തിലേക്ക് വരികയാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഭവനത്തിൽ ഒരുക്കുന്നത് മാർത്തയാണ്. ഒരു അതിഥിയെ സ്വീകരിച്ച് അതിഥി സൽക്കാരത്തോട് അതിഥിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഭവനത്തിൽ ഒരുക്കാൻ തത്രപ്പെടുന്ന മാർത്തയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മാർത്ത ചെയ്ത ശുശ്രൂഷ ചെറിയ ശുശ്രൂഷയായിരുന്നോ? ഒരിക്കലുമല്ല. മാർത്ത തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്യുന്ന മാർത്തയെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് അവിടെ ലാസറിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാസർ ആരാണ്? യേശു മരിച്ച മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവനായിട്ടുള്ള ലാസർ. ആ സ്നേഹം കാണിക്കുന്നതിന് വേണ്ടി യേശുവിനോടുകൂടെ ചേർന്നിരുന്ന് പന്തിക്കിരിക്കുന്ന ലാസറിനെ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ആളാണ് മറിയ. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആ ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ പോയിരുന്ന് തനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ട് യേശുവിൻ്റെ കാൽ കഴുകിയിട്ട് തൻ്റെ തലമുടി കൊണ്ട് തുകർത്തുന്ന ഒരു മറിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പം 3 പേരെയും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 3 പേരും നന്നായി ചെയ്തതുകൊണ്ട്, വിശ്വസ്തയോട് ചെയ്തതുകൊണ്ട് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭവനമായി മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് നാം ഒന്ന് കണ്ടുപിടിക്കണം. ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കോണം എപ്പോഴും തയ്യാറായിട്ടുള്ള ഭവനമാണോ നമ്മുടെ ഭവനം? യേശു ക്രിസ്തുവിന് എപ്പോഴും സന്തോഷത്തോട് കടന്നു വരുവാൻ സാധ്യമാകുന്ന ഒരു ഭവനമാണോ നമ്മുടെ ഭവനം എന്ന് നാം ഒരു നിമിഷം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഭവനത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്വം തമ്പുരാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. പിതാവിനൊരു ഉത്തരവാദിത്വമുണ്ട്, മാതാവിനൊരു ഉത്തരവാദിത്വമുണ്ട്, മക്കൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, സഹോദരങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വമെല്ലാം ഓരോരുത്തരും വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോൾ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് മഹത്വം നൽകുന്ന ഭവനമായി മാറും. സൗരഭ്യവാസന ആ ഭവനത്തിൽ മൊത്തം നിറയുന്നൊരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ കാലഘട്ടം നമ്മുടെ ഭവനങ്ങൾ ഇതുപോലെ സൗരഭ്യവാസന ഉയരുന്ന, നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്താണോ, ചെറിയ ഉത്തരവാദിത്വമാണെങ്കിലും വലിയ ഉത്തരവാദിത്വമാണെങ്കിലും ചെറിയ ശുശ്രൂഷയാണെങ്കിലും
വലിയ ശുശ്രൂഷയാണെങ്കിലും ശുശ്രൂഷ വിശ്വസ്തയോട് ചെയ്തു തീർക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്, ഈ ഭവനത്തിലുള്ള 2 കഥാപാത്രങ്ങളുടെ മനോഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാമത് ഭവനത്തിൽ അംഗമായ മറിയയാണ്. മറിയയെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിൽ വിലയേറിയത്, താൻ വലിയ മൂല്യമായി കണ്ടത് യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ സമർപ്പിച്ചിട്ട് യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന മറിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. തൻ്റെ ആത്മീയതയിൽ കൂടി തനിക്കുള്ളതെല്ലാം, താൻ സ്വരൂപിച്ചു വെച്ചതൊക്കെയും ദൈവം തനിക്ക് തന്ന താലന്തിൻ്റെ ഒരു ഭാഗം ശേഖരിച്ചു വെച്ച് അത് ദൈവത്തിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു മറിയെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയ ശുശ്രൂഷയിൽ കൂടി നമുക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിടുവാൻ തക്കോണം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനായിട്ടുള്ളൊരു ശുശ്രൂഷ മറിയ അവിടെ ചെയ്യുന്ന കാണാൻ സാധിക്കും. ആ ശുശ്രൂഷയെ ദൈവം വളരെ അമൂല്യമായി കാണും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറുഭാഗത്തൊരു വ്യക്തിയുണ്ട്, യേശുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ഇസ്കരിയോത്തായ യൂദ. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്നു. യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്തതാണ്. ഇവൻ ഏറ്റവും നല്ല കഴിവുള്ള വ്യക്തിയാണ്, ബുദ്ധിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് അവനെ എന്താക്കിയത്? അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആക്കിയത്, ധനകാര്യ മന്ത്രിയാക്കി മാറ്റി. ധനം കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്ത്. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഇവൻ ആരായിരുന്നു? ഇവൻ കള്ളനായിരുന്നു. എന്തുകൊണ്ടാ? തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടുകൂടി ചെയ്യാതെ, ആ ശുശ്രൂഷ തന്നെ ഏൽപ്പിച്ച പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് തൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ചിലവിട്ട വ്യക്തിയാണ്. ഈ ലോകത്തിലെ നിക്ഷേപം, ഇന്നത്തെ ആരാധനയെ നമ്മൾ കണ്ടു, ഈ ലോകത്തിലെ നിക്ഷേപം സ്വീകരിക്കുന്നവൻ, നിക്ഷേപം ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ, ഇതിനപ്പുറമായിട്ടില്ല. ഈ ലോകത്തിലെ ഭൗതികതയ്ക്ക് വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ വെച്ച്, കല്ലറയിൽ വെച്ച് നമ്മുടെ അവസാനിക്കുകയാണ്, കല്ലറയിൽ അവസാനിക്കും. എന്നാൽ ഇതിനപ്പുറമായിട്ട് ദൈവരാജ്യത്തെ സമ്പത്ത് സ്വരൂപിച്ചു കഴിഞ്ഞാൽ ഈ കല്ലറയ്ക്ക് അപ്പുറമായിട്ടുള്ളൊരു കിരീടമുണ്ട്, മറന്നു പോകരുത്. ഒരിക്കലും ആത്മീയമായിട്ട് ഈ ലോകത്തിൽ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഈ കല്ലറയിൽ അടക്കപ്പെട്ടാലും ഇതിനപ്പുറമായിട്ട് നിത്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കിരീടമുണ്ട് എന്ന് ഇവരുടെ മനോഭാവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂദയുടെ അവസാനം നമുക്കറിയാം. യൂദ ധനം സമ്പാദിച്ചു, യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ട് പോലും ധനം സമ്പാദിച്ചു. പക്ഷേ അവസാനം എന്തായിപ്പോയി? തൻ്റെ ജീവനെ നഷ്ടമാക്കുന്ന ഒരു യൂദയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ ആത്മാവിനെ നേടാതെ ഈ ലോകത്തിൻ്റെ സമ്പത്ത് നേടിയതിൻ്റെ ഫലമായി ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന യൂദയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്തിൽ സമ്പന്നരാകുവാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് സമ്പന്നരായി തീരുവാൻ തക്കോണം, ദൈവത്തോട് ചേർന്ന് കിരീടം പ്രാപിക്കുവാൻ തക്കോണം ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളും പ്രവർത്തനങ്ങളും ക്രമീകരിക്കപ്പെടണം. ഇനിയും വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് അവിടുത്തെ ശുശ്രൂഷ നമുക്കൊന്ന് നോക്കാം. നാം ഈ ലോകത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ശുശ്രൂഷകളെ മറ്റുള്ളവർ ബഹുമാനിക്കാതെ, അതിന് മൂല്യമിടാതെ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഏറ്റവും ചെറുതായി കണ്ട് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ ശുശ്രൂഷ പോലും വിലമതിക്കുന്നവനായിട്ടുള്ളൊരു ദൈവം തമ്പുരാനുണ്ട്. മറിയ ചെയ്ത ശുശ്രൂഷയെ ഏറ്റവും അമൂല്യമായിട്ട് ശുശ്രൂഷയായിട്ട് യേശു കർത്താവ് കാണുകയാണ്. കാരണം ആ ശുശ്രൂഷ അവിടെ പറയുന്നു, സുവിശേഷം അറിയിക്കുന്നിടത്തോളം കാലം ആരുടെ പേരും പറയും? മറിയയുടെ പേരും പറയും. ഏറ്റവും ചെറുതായിട്ടുള്ള ശുശ്രൂഷയാണ് മറിയ കാണുന്നത്. യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് യേശുവിൻ്റെ കാൽ തൈലം കൊണ്ട് തുടയ്ക്കുന്ന ഏറ്റവും ചെറിയ ശുശ്രൂഷ ചെയ്തെങ്കിൽ, ആ ചെറിയ ശുശ്രൂഷയാണെങ്കിലും അതിനെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ശുശ്രൂഷയായിട്ട് കാണുന്നവനായിട്ടുള്ളൊരു ദൈവം തമ്പുരാനുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ഏത് ശുശ്രൂഷയാണോ നമ്മെ ഭരമേൽപ്പിക്കുന്നത്, ഈ ലോകത്തിലെ ആൾക്കാർ അതിനെ വിലയില്ലാതായി കാണുമ്പോൾ, ഏറ്റവും ചെറിയ ശുശ്രൂഷയാണെങ്കിലും അതിന് വില നൽകി അതിനെ അമൂല്യമായിട്ടുള്ള ശുശ്രൂഷയാക്കി മാറ്റുന്ന ഒരു സർവശക്തനായിട്ടുള്ള കർത്താവുണ്ട്. നാം മറന്നു പോകരുത്. ഈ നോമ്പിൻ്റെ അനുഭവം കൂടി നാം കടന്നു പോകുമ്പോൾ നമുക്കൊരു മടങ്ങി വരവ് അത്യാവശ്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനാ. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനാ. എപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അവൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രശ്നങ്ങൾ ആരംഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കാം, ആദാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കും നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധൂർത്തപുത്രന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിതാവിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ പിതാവിനോടും സഹോദരനോടും പ്രകൃതിയോട് ഒത്തിണങ്ങി
രമ്യമായി വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ അവന് സാധിച്ചു. എന്നാൽ അവൻ മനസ്സിലാക്കി ഇതല്ല സന്തോഷം, ഇതിനപ്പുറമായിട്ട് ലോകത്തിൽ ഒരു സന്തോഷം ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. എന്നാൽ ലോകത്തിന്റെ സന്തോഷത്തിന്റെ പിന്നാലെ പോകുകയാണ്. ലോകത്തിലെ സന്തോഷങ്ങളെല്ലാം അനുഭവിച്ചു നേടിക്കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുബോധം വന്നപ്പോഴാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ പറ്റി അവൻ ചിന്തിക്കുന്നത്. പിതാവിൻ്റെ ഭവനത്തിലുള്ള സമാധാനവും സന്തോഷവും മനസ്സിലാക്കിക്കൊണ്ട് അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. പിതാവ് അവനെ സ്വീകരിക്കുവാനായിട്ട് കാത്തുനിന്ന് അവന് സ്വീകരിച്ച് അവന് വേണ്ടതെല്ലാം നൽകുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടം നമുക്കൊരു മടങ്ങി വരവ് അത്യാവശ്യമാണ്. ഈ ലോകത്തിൽ ഭൗതികതയുടെ പിന്നാലെ നാം പോകുമ്പോൾ ഈ ഭൗതികത ഒന്നുമല്ല നമ്മുടെ രക്ഷയ്ക്ക് നിദാനം, നമ്മുടെ വീണ്ടെടുപ്പിന് നിദാനം പിതാവിൻ്റെ സന്നിധിയാണ്. പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പിന്റെ കാലഘട്ടം. നാം മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഭവനമായി, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്വീകരിക്കാൻ അനുയോജ്യമായിട്ടുള്ള, ദൈവം സ്നേഹിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഭവനങ്ങളായി മാറണം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനം. നമ്മുടെ ശുശ്രൂഷ ഒക്കെയും ദൈവനാമ മഹത്വത്തിനായി തീരണം. ഏറ്റവും ചെറിയ ശുശ്രൂഷയാണെങ്കിൽ പോലും ആ ശുശ്രൂഷ ഏറ്റവും ധന്യമായിട്ടുള്ള ശുശ്രൂഷയായി തീരണം. അതുമാത്രമല്ല, ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടാതെ അതിനോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ ധന്യമായി ജീവിക്കുവാൻ തക്കോണം നോമ്പ് കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയോട് കുറെ കൂടെ അടുത്തു വരുവാൻ, നമ്മുടെ ജീവിതത്തിലുള്ള അന്ധകാരം മാറി വെളിച്ചത്തിന്റെ അനുഭവങ്ങളിലേക്ക് വരുവാൻ, നമ്മുടെ ദുർഗുണങ്ങളൊക്കെ മാറി സൽഗുണങ്ങളിലേക്ക് വരുവാൻ, വർജിക്കേണ്ടവയെ വർജിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടവയെ സ്വീകരിക്കുവാൻ തക്കോണം മറ്റുള്ളവർക്ക് രുചി പകർന്നു കൊടുക്കുവാൻ അനുയോജ്യമായിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളുമായി രൂപപ്പെടാൻ തക്കോണം നമുക്കെല്ലാം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.